വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് നല്ല ഓണസദ്യയും പിന്നെ പൂക്കളവും നമ്മുടെ വീട്ടിലെല്ലാവരും വന്ന് കളികളും പുലിക്കളിയും ഊഞ്ഞാലാടും. എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടൊരാളാണ് വന്നിരിക്കുന്നത്. അവരുടെ ഒരു പാട്ടിലൂടെ തന്നെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. മോഹൻലാൽ ടേസ്റ്റ് ഓഫ് കേരളയുടെ ഓണം ഗംഭീരം. ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേവാ. കേട്ടല്ലോ, പാട്ടൊക്കെ കേട്ടല്ലോ. നമ്മളുടെ കൂടെ ഇന്ന് എത്തിയിരിക്കുന്ന പ്രവീണ ചേച്ചിയാണ്. നമ്മളുടെ ഓണസദ്യ ഗംഭീരമാക്കാനാണ് ചേച്ചി എത്തിയിരിക്കുന്നത്. ചേച്ചിക്ക് പറയാൻ നമുക്ക് ചോദിച്ചറിയാം ചേച്ചിയുടെ ഓണത്തിനെ കുറിച്ചും ചേച്ചിയുടെ ചെറുപ്പത്തിലെ ഓണത്തിനെ കുറിച്ചൊക്കെ. എന്തായാലും താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ് ചേച്ചി. ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയായിരിക്കുന്നു, എനിക്ക് ഉറപ്പാണ്. ലോകമെമ്പാടും എല്ലാവരും ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളും ഞങ്ങളുടെ ചെറിയ രീതിയിൽ പൂക്കളൊക്കെ ഇട്ട് ഒരു പാട്ടൊക്കെ പാടി ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി സെലിബ്രേറ്റ് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ചേച്ചിയുടെ ഓണത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് പറഞ്ഞുതരൂ. ഓണം ആവുമ്പോഴാണ് പല കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നത് കുട്ടിക്കാലമാണ്. ഓണം വരുമ്പോഴാണ് കുട്ടിക്കാലം ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ് എനിക്ക്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഓണം എന്നല്ല, എല്ലാ ഉത്സവങ്ങളും നമ്മൾ ആഘോഷിക്കേണ്ടത് തന്നെയാണ്, ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഓണം പ്രത്യേകിച്ചും ഓണം നമ്മുടെ മാത്രമായ ഓണം ആഘോഷിച്ചില്ലെങ്കിൽ എന്ത് ഓണം അല്ലേ? അല്ലേ? ഓക്കെ. പക്ഷെ ചേച്ചി ഇപ്പൊ എപ്പോഴും ഷൂട്ടിങ്ങിലൊക്കെ ആയിരിക്കുമ്പോ ഓണത്തിന്റെ സമയത്ത് ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ എങ്ങനെയാ ചേച്ചി സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓണത്തിന്റെ സമയത്ത് ഷൂട്ടിംഗ് ഉണ്ടാവാറില്ല. പിന്നെ ഷൂട്ടിങ്ങിനെ എല്ലാവരും അവരവരുടെ വീടുകളിലായിരിക്കും ഓണം. പിന്നെ വീടുകളിൽ തന്നെ വേണം. അപ്പൊ എപ്പോഴും ചേച്ചി ഇതൊരു ഓണം വീട്ടിൽ നിന്ന് മാറി സെലിബ്രേറ്റ് ചെയ്തിട്ടേ ഇല്ല. അപ്പൊ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ടിട്ടാണ് തുടങ്ങിയതാ, ഇപ്പോഴാണ് തീർന്നത് അല്ലെ? അതെ. ഇപ്പോഴത്തെ പൂക്കളൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതല്ലേ. പണ്ടൊക്കെ എന്റെ കുട്ടിക്കാലത്ത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞങ്ങള് അതായത് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാവുന്ന, ഇപ്പൊ സാധാരണ അരളിയൊക്കെ വളരെ റയറായിട്ട് വരുന്ന വീടുകൾ, ഇതുപോലെ ജമന്തി, വാടാമല്ലി, ഈ പൂക്കളൊക്കെ നമ്മള് വീടുകളിൽ സാധാരണ കാണാറില്ല. ഞങ്ങൾ ചെമ്പരത്തി, കോളാമ്പി, തുമ്പപ്പൂ, അതൊന്നും തുമ്പപ്പൂ ഇപ്പൊ ഇടത്തില്ല. ഇതൊക്കെ ശരിക്കും ഒരു മെക്കാനിക്കലായിട്ട് മാറുന്ന, പക്ഷെ അത് നമ്മള് കാലം മാറുമ്പോ അങ്ങനെ ആയി പോകുന്നതാണ്. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും നമ്മൾ ഇത്രയൊക്കെ ഈ ഒരു ഇത്രയും കാലമല്ലോ, മഹാബലിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കുന്നില്ലേ നമ്മുടെ ആൾക്കാർ? ഇപ്പോഴും അത് മറക്കാതെ അത് ഫോളോ ചെയ്യുന്നില്ലേ? അതിന് ശരിക്കും തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം വലിയ ഊഞ്ഞാല് കെട്ടി, ഇപ്പോഴത്തെ ഊഞ്ഞാലൊക്കെ കാർപോർച്ചിലൊക്കെ ചെറിയ, അത് അത്രയൊക്കെ കുട്ടികൾക്ക് പറ്റുള്ളൂ. പണ്ടൊക്കെ ഞങ്ങളെന്ന് വെച്ചാല് നാട്ടുമ്പുറത്താണ്. എന്റെ അച്ഛന്റെ വീടും നാട്ടുമ്പുറമാണ്, അമ്മയുടെ വീടും നാട്ടുമ്പുറമാണ്. ആറ്റിന്റെ തീരത്താണ്. അവിടെ വലിയൊരു പുളിയുണ്ട്. അതില് ഭയങ്കര അതിൽ ഉറുമ്പുണ്ടാവും, പുളിയുറുമ്പോ അതൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഈ വടം ഒരു വലിയ കാട്ടുവള്ളി ഉണ്ട്, അതിലായിരിക്കും കെട്ടുന്നത്. അതിൽ ഊഞ്ഞാലിട്ട് കഴിഞ്ഞാൽ അങ്ങ് നല്ല ആയിട്ട് എനിക്കൊക്കെ പേടിയാണ്. ഞാനൊക്കെ കൊച്ചായിരിക്കും. എന്നെയൊക്കെ മടിയിലിട്ടിട്ട് വലിയ ചേട്ടന്മാരും അമ്മാവന്മാരും ഒക്കെ ചിറ്റപ്പന്മാരും ഒക്കെ ഓഞ്ഞു വന്നിട്ട് അതിൽ ചെന്ന് കടിച്ച് ചെന്നിട്ട് ഇല പറിച്ചുകൊണ്ട് വരും. ഭയങ്കര രസമായിരിക്കും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഓണസദ്യ. അമ്മയുടെ വീട്ടിലെ ഓണം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആറന്മുളയാണ്. ആറന്മുള വള്ളംകളി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആറന്മുള ഓണാഘോഷങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണത്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം തിരുവോണത്തോണി കേട്ടിട്ടുണ്ടാവില്ല നിങ്ങളൊക്കെ. അല്ല, തിരുവോണത്തോണിന്ന് തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിനടുത്താണ് എന്റെ അമ്മയുടെ വീട്. അവിടെ പമ്പയാറ്റിൽ വലിയ വള്ളംകളിയുണ്ട്. ഓണ സമയത്ത് വലിയ വള്ളംകളി വരുന്നുണ്ട്. ഇപ്പോഴും വള്ളംകളി വരികയാണ്. ഞങ്ങൾ പോണ്ട് കാണാനായിട്ട്. അപ്പോ പിന്നെ ഓണസദ്യ, വഞ്ചിപ്പാട്ട് പാടി തോണി വന്നടുത്ത് അത് കാട്ടൂർ ഇല്ലത്തുനിന്ന് പിന്നെ ഭഗവാന് വേണ്ട സദ്യവട്ടത്തിന് വേണ്ട എല്ലാ പച്ചക്കറികളുമായിട്ട് വലിയ തോണി വരും. തിരുവോണത്തോണി വന്ന് ഞങ്ങളുടെ അവിടെ പിന്നെ അടുക്കും. അവിടെ കടവിലടുത്ത് വലിയ പാട്ടും പാടിയാ കൊണ്ടുവരുന്നത്. ഇതെല്ലാം കൊണ്ടുവന്ന് സദ്യ കഴിച്ചിട്ട് പാട്ടുപാടിയാ കഴിക്കുന്നത്. ഇപ്പം പിന്നെ ഞങ്ങള് തോരൻ എന്ന് വെച്ചാ തോരൻ കൊണ്ടുവായോ. അപ്പൊ ചേച്ചി, ഈ സദ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്ന ഏതൊക്കെയാ? പച്ചടി, കിച്ചടി, അവിയല്, അതെ ഒരുപാടുണ്ട്. സാമ്പാർ. ഞാൻ പറയണേ, കൂട്ടാൻ എത്രയായാലും എത്രത്തോളമായാലും
സദ്യ ഇലയിൽ തന്നെ. അതെ, ഇലയിൽ തന്നെ വേണം. കാരണം ഇത്രയും വലിയൊരു പ്ലേറ്റ് നമുക്ക് മാത്രമേ ഉള്ളൂ. പരിപ്പ്, പച്ചടി, കിച്ചടി, സാമ്പാർ, പുളിശ്ശേരി, കാളൻ, തോരൻ, അവിയല്, ഇതൊക്കെ നമ്മള് സ്ഥിരം കേൾക്കുന്നതല്ലേ ചേച്ചി? ചേച്ചി ഒരു സ്പെഷ്യൽ, ഒരു ചേച്ചിയുടെ സൈഡിൽ നിന്ന് ഒരു സ്പെഷ്യൽ കോൺട്രിബ്യൂഷൻ. ഇതൊക്കെയാണ് ഉപ്പേരി അടക്കം, ഇത്രയുമാണ് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പൊ ഓണസദ്യക്ക് കൂട്ടാൻ പറ്റിയ വേറൊരു സ്പെഷ്യൽ ഐറ്റം കേട്ടിട്ടുണ്ടോ? ചേനത്തണ്ടും ചെറുപയറും തോരൻ കേട്ടിട്ടുണ്ടോ? ഇല്ല, ഇപ്പൊ കേട്ടു. ഇനിയിപ്പൊ കഴിച്ചിട്ടുണ്ടോന്ന് ചോദിക്കണ്ട. എന്നാ പിന്നെ ഞാൻ അത് ഉണ്ടാക്കി കാണിക്കാം. ചേനത്തണ്ടും ചെറുപയറും. ഒരു പാട്ട് തന്നെ ഉണ്ട്, ഓണത്തപ്പ കുടവയറ ചേനത്തണ്ടും ചെറുപയറും നാളെ തന്നെ തിരുവോണം. ഓക്കെ, അപ്പം ഈ തിരുവോണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അത്. അപ്പൊ ഇതെല്ലാം തിരുവോണത്തെ പിന്നെ തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്ക് ചേനത്തണ്ടും ചെറുപയറും തോരൻ വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുക്കളയിലേക്ക് പോവാം. എന്തായാലും നമ്മുടെ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ശരിക്കും നോക്കൂ, സൂപ്പർ അല്ലേ? അപ്പൊ ചേച്ചി അകത്തേക്ക് പോവാം നമുക്ക്. ശരി. അപ്പൊ നമ്മൾ പൂക്കളിട്ട് കഴിഞ്ഞു. ഇനി പ്രവീണ ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. നമുക്ക് സദ്യക്ക് സാധാരണ എല്ലാവരും ഉണ്ടാക്കാത്ത ഒരു വെറൈറ്റി ഐറ്റം ആണ്. അപ്പം ചേനത്തണ്ട്. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നതിന്റെ പേരാണ് ചേനത്തണ്ട് ചെറുപയർ. അപ്പൊ ഇതിനുള്ള മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ചേനത്തണ്ടാണ്. ഇത് കണ്ടുപിടിക്കുന്നതിന്റെ പറയുന്ന ഒരു കഥയുണ്ട്. ഓക്കെ, ഞങ്ങൾ ചേനത്തണ്ട് അന്വേഷിച്ചിട്ട് കിട്ടിയിരുന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളിത് അപ്പുറത്തെ വീട്ടിലെ പറമ്പിലൊക്കെ സേറ ചാടി കയറി. ഞാൻ ചാടിയില്ല, അവിടെ നോക്കിയപ്പോ അവിടെ കുറെ ചേനകൃഷി. അപ്പൊ ചേനത്തണ്ട് എടുക്കാൻ വേണ്ടി ചാടി കയറി. ഇതാണ് ചേനത്തണ്ട്. ആ ചേട്ടന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേട്ടാ ഞമ്മള് പ്രോഗ്രാം ആണെന്ന് പറഞ്ഞപ്പോ പുള്ളി സന്തോഷത്തോടെ ഒരു ചേനത്തണ്ടന്റെ അടിയിൽ തന്നെ കട്ട് ചെയ്ത് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇത് ഉണ്ടാക്കാൻ എന്തായാലും ഇഷ്ടം പോലെ ചേനത്തണ്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് മുഴുവൻ ഇപ്പൊ നമുക്ക് എന്തായാലും കഴിക്കുന്നില്ല. ഓക്കെ, ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ചേനത്തണ്ട്. ഓക്കെ, ഇത് ആക്ച്വലി തോരൻ ഉണ്ടാക്കാനായിട്ട് ഇതിന്റെ താഴത്തെ ഭാഗമാണ് കൂടുതലും നല്ലത്. കൂടുതൽ ഈ ചെറിയ ഈ പീസ് ഒന്നും ഉപയോഗിക്കായിരിക്കും നല്ലത്. ഇവിടെ എല്ലാം ഉപയോഗിക്കാം. തൊലി ഇങ്ങനെ കളഞ്ഞാൽ മതി. വെറുതെ അധികം ഇതിനകത്ത് കളയാനൊന്നുമില്ല. ഇത് കൊത്തി എരിഞ്ഞാണ് ചെയ്യുന്നത്.